ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു ലേണിഫൈ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതല്ലേ ഷോർട്ട് നോട്ടിന്റെ കാര്യങ്ങളൊന്നും പറയാനല്ല, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. എന്താ എടാ, നമ്മുടെ ഓണം വെക്കേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു, ഓണം എക്സാം കാര്യങ്ങൾ കഴിഞ്ഞു, വീണ്ടും നമ്മൾ വെബിലേക്ക് പോവാണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി SLC കുട്ടികളാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്കൂളിൽ IT എക്സാമിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് തന്നോ, ഏതെല്ലാം ചാപ്റ്ററുകൾ ഉണ്ട്, ഒന്ന് കമന്റ്, ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഒരിക്കലും മറക്കേണ്ട ഈ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ എനിക്ക് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ചാപ്റ്ററിനും തിയറി ചോദ്യങ്ങളും പ്രാക്ടിക്കൽ ചോദ്യങ്ങളും സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ സാർ എന്നൊരു പറഞ്ഞു. അതായത് നിങ്ങളൊരു +1 അല്ല, പോട്ടെ +1 എന്ന് ഓർമ്മ വരുന്നത്, നിങ്ങളൊരു SLCനെ IT മിഡ് ടേം എക്സാമിൽ പ്രാക്ടിക്കൽ ഉണ്ട് തിയറി ഉണ്ട്, എങ്ങനെ പഠിക്കും? പലരും ഞാനിപ്പോ എൻ്റെ ഒരു ലൈഫിലെ അനുഭവം പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലും തിയറിയും, അതായത് തിയറി തട്ടിമുട്ടി പോവാം, പക്ഷെ പ്രാക്ടിക്കൽ വിഷയം കാര്യം ഈ വിഷയം എന്തെങ്കിലും പറയാറ്. പക്ഷേ ഡോണ്ട് വരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും വരുന്നു. SLCയിലെ ക്രാക്ക് IT എക്സാം എന്ന് പറഞ്ഞൊരു സീരീസുമായിട്ട് നമ്മൾ വരുന്നു. IT എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ചാനൽ ത്രൂ നിങ്ങൾ തന്നിരിക്കും, വൃത്തിയായിട്ട് തന്നിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം എല്ലാവർക്കും ചെയ്തിട്ടുണ്ടാൽ ഏതെല്ലാം ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് എന്നാണെന്ന് കൂടി നിങ്ങൾ കമന്റ് ചെയ്യണേ. ആ ഒരു രണ്ട് കാര്യം മാത്രം നിങ്ങൾ കമന്റ് ചെയ്യാം. ആൻഡ് ആ ചാപ്റ്റർ അനുസരിച്ച് തിയറിയിലെ 1 മാർക്കിന്റെ ചോദ്യങ്ങളും, 2 മൾട്ടിപ്പിൾ, അതായത് സിംഗിൾ അതായത് 1 മാർക്കിന്റെ ചോദ്യങ്ങളും, മൾട്ടിപ്പിൾ ആൻസർ ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം തരും, അതിന് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ ഫുൾ ഒരു ഞാൻ എക്സാം എഴുതിയപ്പോൾ ഫുൾ ഫോർമാറ്റ് അടക്കം ഞാൻ നിങ്ങൾക്ക് ഓരോ പാർട്ടായിട്ട്, അതായത് ക്രാക്ക് IT എക്സാം എന്ന് പറഞ്ഞ ഒരു സീരീസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അവിടെ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക. SLCക്കാരാണെങ്കിൽ IT പേടിയില്ല, പ്രാക്ടിക്കൽ പേടിയില്ല, അല്ലെങ്കിൽ തിയറി പേടിയില്ല ഒരു വരിക. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു +1 അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആളാണ്. 10ൽ IT A+ ആയിരുന്നു. അപ്പൊ IT കേസിലേക്ക് വരും. IT കേസിൽ എനിക്ക് ബുദ്ധിമുട്ടായി വന്നത് എന്താ അറിയോ, തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ? നിങ്ങൾ പറ, നിങ്ങൾ ഏതായിരിക്കും? എനിക്ക് കൃത്യമായി വരികയാണെങ്കിൽ തിയറിയിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ടഫായിട്ട് വന്നിട്ടുള്ളൂ. വേറെ ഒരു ചോദ്യം, പ്രാക്ടിക്കലിലെ എല്ലാ ചോദ്യങ്ങളും ഫുൾ, അല്ലെങ്കിൽ നമുക്കൊരു 4 സെറ്റ് ചോദ്യത്തിൽ 4 ചോദ്യങ്ങൾ, അതായത് ഒന്നൊരു 4 സെറ്റ് ചോദ്യത്തിൽ ഒരു ചോദ്യം 2 എണ്ണത്തിലുണ്ട്. ഒന്നെങ്കിൽ A എന്ന് പറഞ്ഞ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ B എന്ന് പറഞ്ഞ ചോദ്യം ചെയ്യാം. അതേപോലെ രണ്ടാമത്തിൽ A എന്ന് പറഞ്ഞ ചോദ്യം ചെയ്യാം, B എന്ന് പറയാം. അതേപോലെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ഒമ്പതൊക്കെ ഇതുപോലെ സെയിം ആണ്. എനിക്ക് പ്രാക്ടിക്കൽ ഒരു തുള്ളി ടഫില്ലായിരുന്നു. പ്രാക്ടിക്കലിലെ എല്ലാ കേസുകളും, പൈത്തൺ ആയിക്കോട്ടെ, HTML ആയിക്കോട്ടെ, ജിപ്പ് ആയിക്കോട്ടെ, എൻഡസ്കേപ്പ് ആയിക്കോട്ടെ, ലിബ്രോഫിസ് ആയിക്കോട്ടെ, ഡാറ്റാബേസ് ആയിക്കോട്ടെ, എന്ത് കൊണ്ടാണെങ്കിലും ഫുൾ ഞാൻ വൃത്തിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഫുൾ മാർക്കാണ് എനിക്ക് ആ ഒരു പ്രാക്ടിക്കൽ കേസിൽ. തിയറി പാർട്ടായിരുന്നു, പക്ഷേ തിയറി പാർട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. ടെക്സ്റ്റ് ബുക്ക് കുത്തിയിരുന്ന് വായിച്ചു, പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ഇത്രയും നേരത്തെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. ഓരോ ചാപ്റ്ററിന്റെയും 1 മാർക്ക് ചോദ്യങ്ങളും, സെറ്റുകളായിട്ട് മൾട്ടിപ്പിൾ ചോദ്യങ്ങളും, ആ ചാപ്റ്ററിന്റെ ഫുൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും, അതിന്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് യാതൊരുവിധ പൈസ ഇല്ലാതെ എത്രയോ മുമ്പ് നിങ്ങൾക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും പോരുക. നമ്മുടെ ക്രാക്ക് IT എക്സാം എന്ന് പറഞ്ഞ യൂട്യൂബ് സീരീസിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാം. മാക്സിമം അടിപൊളിയായിട്ട്, എനിക്ക് എൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പഠിക്കാനുണ്ട് ഇൻഡസ്കേപ്പ് പഠിക്കാനുണ്ട്, രണ്ടാമത് ലിബ്രി ഓഫീസ് പഠിക്കാനുണ്ട്, പിന്നെ സ്ക്രൈബസ് NG പഠിക്കാനുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു C++ പഠിക്കാനുണ്ട്, പിന്നെ HTML. ഈ ഒരു 5 ചാപ്റ്റർ ആയിരിക്കാനാണ് എനിക്കൊരു ഓർമ്മ കേട്ടോ. ഈ ഒരു ചാപ്റ്റേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പ് 5 വരുന്നത്. സോ ഡോണ്ട് വറി, ഈ ഒരു ചാപ്റ്റർ എല്ലാം വൃത്തിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഫുൾ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു തുള്ളി പോലും ചോദ്യങ്ങൾ മുക്കാതെ എല്ലാ ചോദ്യങ്ങളും ക്രാക്ക് IT എക്സാം എന്ന് പറഞ്ഞ സീരീസിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാണ്. സോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ കൊടുക്കുക. ഇനി മുതൽ IT തിയറിയും പ്രാക്ടിക്കലും ലേണിഫൈന്റെ കയ്യിലാണ്. സോ നിങ്ങൾ പേടിക്കേണ്ട, മാക്സിമം ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, റെക്കോർഡ് ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. സോ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. സോ ലേണിഫൈയുടെ നിങ്ങളുടെ കൂടെ ഒരിക്കലും പേടിക്കരുത്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടിപൊളിയാക്കണം നമുക്ക് IT എക്സാം. ക്രാക്ക് IT എക്സാം ആണ് നിങ്ങളുടെ SLC. നിങ്ങൾ കാണുന്ന SLC ആണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നാണ് ഡേറ്റ്, ഏതെല്ലാം ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. മറക്കല്ലേ, ഈ ഒരു ചോദ്യങ്ങൾ ഞാൻ തരും, അതിന്റെ മൾട്ടിപ്പിൾ ആൻസേഴ്സിന്റെ ചോദ്യങ്ങളും തരും. അതേപോലെ ഫൈനലായിട്ട് നമ്മളെ നമ്മുടെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ, ഏതൊക്കെയാണ് പ്രാക്ടിക്കൽ, ഒന്നും ഏതൊക്കെയാണ് ഇൻഡസ്കേപ്പ് ഉണ്ട്, സ്ക്രൈബസ് NG ഉണ്ട്, C++ ഉണ്ട്, HTML ഉണ്ട്, ആൻഡ് പൈത്തൺ അല്ല, വേറെ ലിബ്രി ഓഫീസ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ആയിട്ട് വരുന്നത്. ഈ ചാപ്റ്റർ എല്ലാം വൃത്തിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ പഠിച്ചതുപോലെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻഡസ്കേപ്പ്, ജിപ്പ്, അതേപോലെ പൈത്തൺ, C++, പൈത്തൺ പ്രോഗ്രാമിംഗ്, അതേപോലെ ഡാറ്റാബേസ്, മറ്റേ ന്യൂസിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫുൾ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ലേണിഫൈന്റെ കയ്യിൽ ക്രാക്ക് എക്സാം ഭദ്രമാണ്. ഒരിക്കലും പേടിക്കരുത്. മാക്സിമം ഷെയർ ചെയ്താൽ മതി. ഇവിടുന്ന് ഓരോ വീഡിയോകൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. IT A+ കിട്ടണമെങ്കിൽ മുഴുവനായിട്ട് കാണാം. ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് നമ്മുടെ ക്രാക്ക് IT എക്സാം എന്ന സീരീസിലേക്ക് എല്ലാവരും വരിക. അപ്പോൾ ഓക്കെ ബൈ.